ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇതുവരെ 2 സൂം മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അതിൽ എല്ലാവർക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഒരു 72-60 പേർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 10 ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനലിൽ കഴിഞ്ഞു. അപ്പോൾ അതിനൊപ്പം ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആയി. ഇലക്ട്രോസ്റ്റാറ്റിക് 1 എന്ന് പറയുന്ന ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. അതായത് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ പറഞ്ഞതിന് ശേഷം ഗോസസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തേർഡ് ആപ്ലിക്കേഷനായ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. അപ്പോൾ അതാണ് സാറ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എടുത്തത്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ക്ലാസ് കേട്ടതാണ്, നോട്ട് സെൻഡ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഒരു ഷെല്ലെന്ന് പറയുന്നത് യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ ഷെല്ലും സ്പിയറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അതായത് സ്പിയർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ എംറ്റി ആയിരിക്കില്ല, ഉള്ളിലും സോളിഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് പുട്ട് അല്ലെങ്കിൽ ഒരു ഗോട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് സ്പിയറാണ്. ഇനി സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്പെറിക്കൽ ഷെല്ല് എന്ന് പറയുന്ന ഒരു ബോൾ പോലെ ഉള്ളിൽ എംറ്റി ആയ സംഭവമാണ് സ്പെറിക്കൽ ഷെല്ല്. അപ്പോൾ അത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. അപ്പം ഒരു സ്പെറിക്കൽ ഷെല്ലാകുമ്പോൾ അതിൻ്റെ സർഫസിൽ മൊത്തം ചാർജസ് ഉണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് എടുക്കുന്നത്. അപ്പം ആദ്യത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി, സ്ട്രെയിറ്റ് വയറിന് ലീനിയർ ചാർജ് ഡെൻസിറ്റിയും പിന്നെ പ്ലെയിൻ ഷീറ്റിന് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്പെറിക്കൽ ഷെല്ലിനും നമ്മൾ അത് വളരെ തിൻ ഷെല്ലാണ്, അതിൻ്റെ സർഫസിൽ മാത്രമേ ചാർജസ് ഉള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെ ഒരു തിൻ സ്പെറിക്കൽ ഷെല്ല്, അത് യൂണിഫോംലി ചാർജ്ഡ് ആണ് വിത്ത് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പം അതിൻ്റെ 3 കേസിലാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് ഔട്ട്സൈഡ് ദ ഷെൽ, പിന്നെ ഒന്ന് ഓൺ ദി സർഫസ്, പിന്നെ ഇൻസൈഡ് ദ ഷെൽ. അപ്പോൾ ഈ 3 എണ്ണമാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗോഷ്യൻ സർഫസ് വേണം. അപ്പം പ്രീവിയസ് 2 കേസിലും സിലിണ്ടർ ആയിരുന്നു ഗോഷ്യൻ സർഫസ് ആയിട്ട് വരുന്നത്. അപ്പം സിലിണ്ടറിന് 3 സർഫസസ് ഉണ്ട്. 3 സർഫസിലെയും ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് ഗോസസ് ലോയുടെ ലെഫ്റ്റ് സൈഡ് അങ്ങനെ കണ്ടുപിടിക്കും. പിന്നെ റൈറ്റ് സൈഡിൽ 1/ε0 ക്യൂ എൻക്ലോസ്ഡ് കണ്ടുപിടിക്കും. ഇനി ഇവിടെ എന്താണ്, ഒരു സ്പിയർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഗോഷ്യൻ സർഫസ് വരുന്നത് എല്ലാം സ്പെറിക്കൽ ഷെൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗോഷ്യൻ സർഫസ് എല്ലാം സ്പിയർ തന്നെയാണ് വരുന്നത്. അപ്പം ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് സ്പിയർ വരയ്ക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചുരുക്കി ഞാൻ പറയുന്നുള്ളൂ. ഒരു സ്പെറിക്കൽ ഷെല്ല് നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാം. തിൻ സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പം അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുന്നു. ക്യാപിറ്റൽ R ആണ് റേഡിയസ്. അപ്പം എന്നിട്ട് ഇതിൻ്റെ പുറത്തുള്ളൊരു പോയിൻ്റാണ് നമ്മൾ P എന്ന് വിചാരിക്കുന്നു. അത് സെൻറ്ററിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഈ R ഡിസ്റ്റൻസ് അകലെയാണുള്ളത്. ഇനി ഈ ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് Pയിലൂടെ കടന്നു പോകണം. അതുപോലെ തന്നെ ഈ യൂണിഫോംലി ചാർജ്ഡായ ഈ സ്പെറിക്കൽ ഷെല്ലിനെ കൺസിഡർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സ്പിയർ എടുക്കുകയാണ്. അപ്പം R റേഡിയസ് ഉള്ള സ്പിയർ എടുക്കുന്നു. അപ്പം R റേഡിയസ് ഉള്ള ഈ സ്പിയറാണ് ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഇനി ഈ പോയിന്റിലെ അല്ലെങ്കിൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഗോഷ്യൻ സർഫസിലെ ടോട്ടൽ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ഏരിയ എടുക്കുന്നു. അതിനെ DS എന്നോ ΔS എന്നോ വിളിക്കാം. തൽക്കാലം നമുക്ക് ΔS എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സ്പിയറിൻ്റെ മുകളിലെ ഉള്ള ഓരോ പോയിന്റിലും അതിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർമലി ഔട്ട്വേർഡ് ആണ്. ഇനി സ്പിയറിൻ്റെ ഉള്ളിൽ ഒരു സ്പെറിക്കൽ ഷെല്ല് ഇരിക്കാമെന്ന് നോക്കുക. യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡും അതേ ഡയറക്ഷനിലായിരിക്കും. കാരണം നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, സ്പിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, നമ്മൾ ആ സ്പിയറിൽ കുറേ മുട്ടുസൂചി തറച്ച് വെച്ചാൽ ഡയറക്ഷൻ എങ്ങനെയാണോ നിറച്ച് എല്ലാ പോയിന്റിലും മുട്ടുസൂചി തറച്ച് വെക്കുന്നതായിരിക്കാം. അപ്പോൾ അത് ഏത് ഡയറക്ഷനായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പം ഈ ഒരു ഗോഷ്യൻ സർഫസിൽ ഇതിലൂടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ΔSൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും.
ഇനി ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റിനെ കുറിച്ച് വേണമെങ്കിൽ ആദ്യമൊന്ന് പറയാം. നിങ്ങൾ നോട്ടിലുള്ളതുപോലെ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടുക, ചാർജ് ഡെൻസിറ്റി വിൽ ബി ഈക്വൽ ടു ലെറ്റ് ദ ടോട്ടൽ ചാർജ് ബി ക്യൂ എന്ന് പറയുന്നതാണ് ടോട്ടൽ ചാർജ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ഈ ഷെല്ലിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് റേഡിയസ് ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ 4πr² എന്നായിരിക്കും. ഇതിൽ നിന്ന് ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്യൂ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4πr² ആയിരിക്കും. ക്യൂ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4πr² എന്നായിരിക്കും. നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഏരിയയിലൂടെ കടന്നു പോകുന്ന ചെറിയൊരു ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിനെ നമുക്ക് ΔΦ എന്ന് വിളിക്കാം. ΔΦ വിൽ ബി ഈക്വൽ ടു ഇ ഡോട്ട് ΔS ആണ് ഇവിടെ. അപ്പം ഇ ഡോട്ട് ΔS ഇ ഇൻറ്റു ΔS ഇൻറ്റു കോസ് തീറ്റ, അത് കോസ് 0 ആയിരിക്കും, കാരണം രണ്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇ ഇൻറ്റു ΔS ഇൻറ്റു കോസ് 0 എന്ന് കിട്ടും. കോസ് 0 ഡിഗ്രി ഈസ് 1, സോ വി വിൽ ജസ്റ്റ് ഗെറ്റ് ഇ ഇൻറ്റു ΔS എന്ന് കിട്ടും. അപ്പോൾ അത് ഈ ചെറിയ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഈ ഗോഷ്യൻ സർഫസിലൂടെ മൊത്തം കടന്നു പോകുന്ന ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോസസിലൂടെ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഫ്ലക്സിനെ നമുക്ക് ഫൈ എന്ന് വിളിക്കാം. ഫൈ വിൽ ബി ഈക്വൽ ടു ഒന്നെങ്കിൽ ഇൻറ്റഗ്രേഷൻ സൈൻ. അപ്പം ഞാൻ രണ്ടാമത് സെൻഡ് ചെയ്ത നോട്ടിൽ ഇൻറ്റഗ്രൽ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്, ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിലെടുത്തുള്ള സിഗ്മ സമ്മേഷൻ തന്നെ ഉപയോഗിക്കാം. ഫൈ വിൽ ബി ഈക്വൽ ടു സിഗ്മ ΔΦ എന്ന് കൊടുക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇ ഇൻറ്റു ΔS എന്ന് വരും. ഇനി നോക്കുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഈ ഗോഷ്യൻ സർഫസിലെ ഓരോ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് മാറുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈനെ നമുക്ക് സമ്മേഷൻ്റെ പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ്റെ പുറത്തെടുക്കാം. അപ്പം ഈ ഇൻറ്റു ഇനി സമ്മേഷൻ എന്തിൻ്റെ മുകളിലാണ് നടത്തേണ്ടത്? ΔSൻ്റെ മുകളിൽ മാത്രമേ നടത്തേണ്ട ആവശ്യമുള്ളൂ, ഇൻറ്റു ΔS. അപ്പം ഈ സമ്മേഷൻ ഓവർ ഇപ്പോൾ ഈ സിഗ്മ ΔS എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ΔS എന്ന് പറഞ്ഞ ചെറിയൊരു ഏരിയനെ നമ്മൾ ഈ ഗോഷ്യൻ സർഫസിൽ മൊത്തം എടുക്കുന്നു. അപ്പോൾ ഇത് ഫുട്ബോളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ഫുട്ബോളാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറാണെന്ന് ഇരിക്കുക, നെക്സ്റ്റ് ഒരു വൈറ്റ് കളറുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു സ്പിയറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ എടുക്കുകയാണ്. അതാണ് സിഗ്മ ΔS ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗോഷ്യൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആയിരിക്കും. അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആയതുകൊണ്ട് സിഗ്മ ΔS വിൽ ബി ഈക്വൽ ടു 4πr². അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക ഇ ഇൻറ്റു 4πr² എന്ന് കിട്ടും. 4π സ്മോൾ r² ആണ് ഇവിടെ കിട്ടുക. ഇവിടെ ക്യാപിറ്റൽ R² ആണ് എഴുതിയിരിക്കുന്നത്. ഇനി അപ്പം ഗോസിലൂടെ ലെഫ്റ്റ് സൈഡായി. ഇനി റൈറ്റ് സൈഡിൽ എന്താണ്? 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ് ആണ് അല്ലേ. അപ്പം 1/ε0ക്ക് ചേഞ്ച് ഒന്നുമില്ല. ക്യൂ എൻക്ലോസ്ഡ് എന്താണെന്ന് നോക്കാം. അപ്പം ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ വരുന്ന ടോട്ടൽ ചാർജ്. അതിനെ നമുക്ക് ഒന്നെങ്കിൽ ക്യൂ എന്ന് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ സിഗ്മ ഇൻറ്റു 4πr² എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യൂ വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതാം. അപ്പം ക്യൂ എൻക്ലോസ്ഡ് ഈക്വൽ ടു ക്യൂ തന്നെ എടുക്കാം. ദിസ് ക്യൂ വിൽ ബി ഈക്വൽ ടു എന്താണ്? സിഗ്മ ഇൻറ്റു 4πr² ആണ്. സിഗ്മ ഇൻറ്റു 4πr². നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാം. ഫ്ലക്സ് ഈക്വൽ ടു ഇക്വേഷൻ ഒന്നും കൂടി എഴുതണം. ഈക്വൽ ടു ദാറ്റ് ഇസ് ഇ ഇൻറ്റു 4πr². ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസിന് ക്യൂ എന്ന് കൊടുക്കാം. ഇനി ഈസിയായി ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തി. എന്താണ്? ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇനി അവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പം 1/4πε0 നമ്മൾ സാധാരണ എല്ലാം വരുന്ന ഇലക്ട്രിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് എല്ലാം വരുന്ന പോലെ നമുക്ക് ഇത് ഒരുമിച്ച് എഴുതാം. ഇൻറ്റു ക്യൂ ബൈ r² എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ഔട്ട് സൈഡ് ദ സർഫസ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. 1/4πε0 ക്യൂ ബൈ r² എന്ന് കിട്ടും. ഇനി ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ എന്താണ്? വെക്റ്റർ ഇ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ചാർജസ് പോസിറ്റീവ് ആണെങ്കിൽ പുറത്തേക്കായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ യൂണിറ്റ് വെക്റ്റർ. അപ്പം ഈ ഡയറക്ഷനിൽ നമുക്കൊരു യൂണിറ്റ് വെക്റ്റർ ആറിൻ്റെ ഡയറക്ഷനാണ്, നമുക്ക് r³ എന്ന് കൊടുക്കാം. വെക്റ്റർ വിൽ ബി ഈക്വൽ ടു r². രണ്ട് ഇക്വേഷൻ എഴുതാൻ ഞാൻ തൽക്കാലം ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം സിഗ്മ വെച്ച് എങ്ങനെ എഴുതാം. സിഗ്മ വെച്ച് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യൂവിന് സിഗ്മ ഇൻറ്റു 4πr² കൊടുക്കാം. അപ്പോൾ ഇ വിൽ ബി ഈക്വൽ ടു 1/4πε0 സിഗ്മ ഇൻറ്റു 4πr² ഡിവൈഡ് ബൈ r² എന്ന് കിട്ടും. നാച്ചുറലി 4π ക്യാൻസൽ ആവും. അപ്പം ബാക്കി ഇ വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ ε0
സിഗ്മ വി എപ്സിലോൺ 0 ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇനി വെക്ടർ ആണെങ്കിൽ എന്താണ്, വെക്ടർ ഇന്നും ആർ ക്യാപ്പിനും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്, ഔട്ട്സൈഡ് ദ സർഫസ്. അപ്പോൾ ഈ പോയിൻ്റ് ഔട്ട്സൈഡ് ആണെങ്കിലുള്ള ഇക്വേഷനാണ് നമ്മൾ ഈ ഡെറൈവ് ചെയ്തത്. അപ്പം ഈ വെക്ടർ വെച്ചല്ലെങ്കിലും നിങ്ങളത് ഈ രണ്ട് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ ഓർക്കുക, ഇവിടെ വെക്ടർ നൊട്ടേഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എന്താണ് പ്രത്യേകത. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു പോയിൻറ്റ് ചാർജ്. അപ്പോൾ ഇതൊരു സ്പെറിക്കൽ ഷെല്ലാവണമെന്നില്ല, ഒരു പോയിൻറ്റ് ചാർജ് ഈ നടുക്ക് ഈ ഇക്വേഷനിൽ നോക്കിയാൽ നമുക്ക് പോയിൻറ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് കിട്ടുന്നത് അല്ലേ. ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ഷെല്ലിൻ്റെ പുറത്തുകൂടി, ഷെല്ലിനൊരു റേഡിയസ് ഒക്കെ ഉണ്ടെങ്കിലും ഷെല്ലിൻ്റെ പുറത്തുകൂടിയാണ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിലും ഈ ചാർജസ് എല്ലാം എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെയാണ്, ഈ സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതേ സംഭവം നമ്മൾ ഗ്രാവിറ്റേഷനിലും പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. അപ്പം ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ ചാർജ് മൊത്തം, ശരിക്കും ഇവിടെ ഉള്ളിൽ ചാർജൊന്നുമില്ല, പക്ഷേ പുറത്തുള്ള പോയിന്റുകളിലെല്ലാം അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഷെല്ല് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാർജസ് എല്ലാം സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെയാണ്. അപ്പോൾ ഒരു പോയിൻറ്റ് ചാർജ് പോലെ തന്നെ ഷെല്ല് ബിഹേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ കേസ് നോക്കാം. അതായത് ഒന്ന്, ഇഫ് ദ പോയിൻറ്റ് പി ഈസ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്പെറിക്കൽ ഷെല്ല്, പി ഓൺ ദി സർഫസ്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ സ്മോൾ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അതായത് സ്പെറിക്കൽ ഷെല്ലിൻ്റെ മുകളിൽ തന്നെയാണ് പോയിന്റ് പി ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആർ ഈക്വൽ ടു ആർ ആണ് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നില്ല, ഇപ്പം നേരത്തെ പോലെ. പക്ഷേ ഇവിടെ എന്താണ്, ഗോഷ്യൻ സർഫസ് എടുക്കുമ്പോൾ ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ മുകളിൽ കൂടെ തന്നെ ഗോഷ്യൻ സർഫസ് എടുത്ത് മൊത്തം ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ആർ ഈക്വൽ ടു ആർ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്തായിരിക്കും, ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി വെക്ടർ ഫോമിലാണെങ്കിൽ ഇൻറ്റു ആർ ക്യാപ്പിനും കൂടെ കിട്ടും. ഇനി സിഗ്മ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിലോ, ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ ഡിവൈഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ സ്മോൾ ആറിന് വരെ ക്യാപിറ്റൽ ആർ കൊടുക്കണ്ടേ, അതായത് നമ്മൾ ഇവിടുത്തെ അല്ലേ കണ്ടുപിടിക്കുന്നത്, അപ്പം ക്യാപിറ്റൽ ആർ സ്ക്വയറിന് കൊടുക്കാം. അപ്പോൾ ആർ സ്ക്വയർ ക്യാൻസലായി പോവും. ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഇവിടെയും വെക്ടർ ഫോമിൽ എഴുതണമെങ്കിൽ നമുക്ക് ആർ ക്യാപ്പ് എഴുതണം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക. അപ്പോൾ ഓൺ ദി സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ക്യൂ ബൈ ആർ സ്ക്വയർ, അതായത് ആ ഷെല്ലിൻ്റെ റേഡിയസ് എന്താണോ അത് തന്നെ. ഇനി അതുപോലെ തന്നെ സിഗ്മയുടെ ടേംസിൽ എഴുതുകയാണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0. ഇവിടെ നോക്കുക, ആറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ, അതായത് ഈ വെക്ടർ മാത്രമേ, ഡയറക്ഷൻ മാത്രമേ വരുന്നുള്ളൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നതാണ് പി ഇൻസൈഡ് ദ സർഫസ്. പോയിന്റ് പി ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. സ്പെറിക്കൽ ഷെല്ല് കുറച്ച് വലുതായിട്ട് വരയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ സ്പെറിക്കൽ ഷെല്ല് കുറച്ച് വലുതായിട്ട് വരച്ചു, പക്ഷേ റേഡിയസ് 6 തന്നെയാണ്, മനസ്സിലാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഉള്ളിലാണ് പോയിന്റ് പി എന്താണ്, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോയിൻ്റ് എങ്കിൽ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഏറ്റവും ഒരു ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചാർജസ് ഈ സർഫസിലൂടെയാണുള്ളത്, ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് ഒരു ഗോഷ്യൻ സർഫസ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ സ്മോൾ റേഡിയസ് അല്ലെങ്കിൽ 6 വരുന്ന റേഡിയസ് ഉള്ളൊരു സ്പിയർ സങ്കല്പിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. സാധാരണ ഇങ്ങനെ ഒരു ഡോട്ടിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പം ഇതാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഗോസസ് ലോയുടെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിലൂടെയുള്ള ഫ്ലെക്സ് ഒക്കെ എന്ന് പറയുന്നത് ഈ ഇൻറ്റു ഇവിടുത്തെ ഒരു ചെറിയ ഏരിയ എടുത്താൽ ഈ ഇൻറ്റു 4πr² തന്നെ വരും. ഇനി ഈ ഇൻറ്റു 4πr² തന്നെ വരും ലെഫ്റ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡിൽ ക്യൂ എൻക്ലോസ്ഡ് ഉണ്ട് അല്ലേ. അപ്പം ക്യൂ എൻക്ലോസ്ഡ് എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. പക്ഷേ ചാർജസ് ഒക്കെ എന്താണ്, ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ മുകളിൽ കൂടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ, ഒരു ചാർജും ഇല്ല.
കാരണം ഉള്ളിലേക്ക് ചാർജസിനൊന്നും ഒരു എഫക്റ്റും ഇല്ല. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യൂ എൻക്ലോസ്ഡ് 0 ആയി അല്ലേ. അപ്പം ഗോസസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 5ക്ക് E×4πr² ഒക്കെ കൊടുത്താൽ ഒരു കാര്യവും ഇല്ല. റൈറ്റ് സൈഡിൽ 1/ε0 ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ×0 എന്ന് വരും. അപ്പം ഈ 1/ε0 × 0 എന്താണ് 0 ആയിരിക്കും. അപ്പോൾ E×4πr² 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 4 ഒരിക്കലും 0 ആകാൻ പറ്റില്ല, 5ക്ക് 0 ആയിട്ട് പറ്റില്ല, 6 എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് വാല്യൂ ആണ്, അതൊന്നും ഇതൊന്നും 0 ആവില്ല. പിന്നെ ഓൺലി ചാൻസ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് സ്പെറിക്കൽ ഷെൽ വിൽ ബി 0. അപ്പോൾ ഇതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു പേര് പഠിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അപ്പോൾ ഇത് സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസ് മാത്രമല്ല, ഏതൊരു കണ്ടക്ടർ എടുത്താലും അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അത് നമുക്ക് അത് അടുത്ത ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് സ്പെറിക്കൽ ഷെല്ല് 0 കിട്ടി. അപ്പോൾ ഇക്വേഷൻസ് ഒന്നും കൂടി നോക്കാം. ഔട്ട്സൈഡ് ദ ഷെല്ല് 1/4πε0 Q/r² അല്ലെങ്കിൽ σ/r⁴ r²/r². അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ ഓർക്കുക. അതുപോലെ ഓൺ ദി സർഫസ് ആണെങ്കിൽ ഷെല്ലിൻ്റെ റേഡിയസ് ആണ് അവിടെ വരുന്ന ഇക്വേഷനിൽ 1/4πε0 Q/r² അല്ലെങ്കിൽ σ/ε0. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുക. ഇനി എന്താണ് ഇൻസൈഡ് ദ സർഫസ് 0. ഇതിനൊക്കെ ഡയറക്ഷനും ഉണ്ട്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തേക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഉള്ളിലേക്കും ആയിരിക്കും. ഇനി പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സ്പെറിക്കൽ ഷെല്ല് ആവണമെന്നില്ല. ഒരു സ്പിയർ എടുക്കുവാണെങ്കിലും, ഇപ്പം ഇതിൽ പ്രോബ്ലമൊക്കെ സാറ് തന്നിരിക്കുന്നത് കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ കേസാണ്. വിത്ത് റേഡിയസ് R എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു സ്പിയർ യൂണിഫോംലി ചാർജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഇതിൻ്റെ ചാർജസ് യൂണിഫോംലി ചാർജിൻ്റെ ഉള്ളിലൊക്കെ ചാർജ് ഉണ്ടാകും, ഒരു ആറ്റം പോലെ ന്യൂക്ലിയസും ഇലക്ട്രോൺസൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളൊരു മെറ്റൽ സ്പിയർ എടുത്ത് അതിനെ ചാർജ് ചെയ്താൽ ആ ചാർജിന് ഒരിക്കലും ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രോബ്ലം വരുമ്പം കണ്ടക്റ്റിംഗ് സ്പിയറും വരുന്നുണ്ട്. അപ്പം ഒരു സ്പിയറും റേഡിയസ് R, ഷെല്ലും റേഡിയസ് R ആണെങ്കിൽ ഈ സ്പിയറിൻ്റെ ചാർജസ് എല്ലാം സർഫസിൽ മാത്രം നിൽക്കുന്നത് കൊണ്ട് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇക്വേഷൻസ് എന്താണോ അത് തന്നെയായിരിക്കും കണ്ടക്റ്റിംഗ് സ്പേസിൻ്റെ. എല്ലാം സെയിം ആണ്. ഔട്ട്സൈഡ് ദ സ്പിയറും ഇൻസൈഡ് ദ സ്പിയറും അതുപോലെ ഓൺ ദി സർഫസും സെയിം വാല്യൂ ആണ്. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സാർ വരച്ച് കാണിച്ചിട്ടുണ്ട്. വേരിയേഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഈസിയാണ്. ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഗ്രാഫുകൾ നമ്മുടെ സെക്കൻഡ് ഇയറിൽ കുറേ വട്ടം വരുന്നുണ്ട്. അപ്പം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ നമ്മൾ X ആക്സിൽ എടുക്കുന്നു, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ Y ആക്സിൽ എടുക്കുന്നു. അപ്പം ആദ്യം സെൻറ്ററിലാകുമ്പം Rൻ്റെ വാല്യൂ 0 ആണ്. പിന്നെ എന്താണ് ആ സ്പിയറിൻ്റെ റേഡിയസ് വരുന്ന ഭാഗം നമുക്ക് ക്യാപിറ്റൽ R കൊടുക്കാം, നമ്മൾ അല്ലെങ്കിൽ സ്പിയർ അല്ലെങ്കിൽ ഷെല്ല്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ഷെല്ല് വരച്ചു വെക്കാം, സ്പെറിക്കൽ ഷെല്ല്, റേഡിയസ് ഉള്ള സ്പെറിക്കൽ ഷെല്ല് വരച്ചു വെക്കാം. പിന്നെ ഇങ്ങോട്ടുള്ള പോയിൻറ്റ്സൊക്കെ എന്താണ് R ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R ആണ്. ഇവിടെ എന്താണ് R ലെസ് ദാൻ ക്യാപിറ്റൽ R ആണ്. ഇങ്ങനെയാണ് കണ്ടീഷൻ. ഇനി ആലോചിച്ച് നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഷെല്ലിൻ്റെ ഉള്ളിലെ പോയിൻ്റിലെല്ലാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് 0 കിട്ടും. പിന്നെ എന്താണ് റേഡിയസിലാണ് ഏറ്റവും മാക്സിമം കിട്ടുക. പിന്നെ അവിടുന്ന് പുറത്തേക്ക് പോകും തോറും എന്താണ് 1/r² വെച്ചിട്ട് അല്ലേ, Q/r 1/4πε0 Q/r² അല്ലേ, 1/r² വെച്ച് റേഡിയസ് കുറഞ്ഞേ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മാക്സിമം വാല്യൂ നമ്മൾ ഈ വാല്യൂ, അതായത് σ/ε0 അല്ലെങ്കിൽ എന്താണ് 1/4πε0 Q/R². അപ്പോൾ ഇതാണ് മാക്സിമം വിചാരിക്കുക. അവിടുന്ന് പിന്നെ കുറഞ്ഞ് 0 ടച്ച് ചെയ്യരുത്, 0യിലേക്ക് വരും. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. അപ്പം അങ്ങനെ ഒരു പിക്ചറും നിങ്ങളുടെ നോട്ടിലുണ്ട്. അപ്പം നോട്ട് എഴുതുന്ന കാര്യം, ഇനിയിപ്പം ഞാനൊരു നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇൻറ്റിഗ്രേഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. അതുള്ളത് കൊണ്ട് ഇനി നിങ്ങൾ സെൻഡ് ചെയ്തവരൊക്കെ, അല്ലാത്തവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പ്രോബ്ലം, അസൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം, അതുപോലെ ചെയ്താൽ മതി. ഇനി അടുത്ത ചാപ്റ്ററോട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R = 10 cm തന്നു.
അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ട പോയിൻറ്റ് 20 സെൻറ്റിമീറ്റർ തന്നത് നമുക്ക് സ്മോൾ ആറിനാണ് എപ്പോഴും എടുക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം അല്ലെ വോൾട്ട് പെർ മീറ്റർ അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നു. കണ്ടുപിടിക്കേണ്ടത് ആ സ്ഫെറിക്കൽ ഷെല്ലിലെ ചാർജിൻ്റെ ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ ഇത് എന്താണ്, ഈ പോയിന്റിൽ 20 സെൻറ്റിമീറ്ററിലുള്ള വാല്യൂ ആണ് വന്നിരിക്കുന്നത്, ഈ 1.5 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനായിരിക്കും എടുക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ഫെറിക്കൽ ഷെൽ ഔട്ട്സൈഡ് ദ പോയിന്റ് അല്ലേ, 1/4πε0 Q/r² എന്നുള്ള ഇക്വേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആറിൻ്റെ ഭാഗം അവിടെ വരുന്നുണ്ടാവില്ല. അപ്പം ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.5 × 10⁻³ തന്നെയല്ലേ 3. പിന്നെ 1/4πε0ക്ക് എന്ത് ചെയ്താൽ മതി? 9 × 10⁻9 എന്ന് കൊടുത്താൽ മതി. ഇനി Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ആറിനെ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് 0.2 മീറ്റർ ആണല്ലേ. അപ്പം 0.2ൻ്റെ സ്ക്വയർ. എന്നിട്ട് Qയുടെ വാല്യൂ കണ്ടുപിടിക്കുക. Q വിൽ ബി ഈക്വൽ ടു 0.2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാവും, 9 × 10⁻9 ഡിവൈഡ് ചെയ്യാനാവും. Qൻ്റെ വാല്യൂ കിട്ടുക 6.67 × 10⁻9 കൂളം എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് വാല്യൂ കിട്ടുന്നത്. ഇനി സാർ ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ലാസ്റ്റ് പറയാം. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്നത് സ്പിയർ തന്നു. ആദ്യത്തെ സ്പിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇക്വേഷൻ എടുക്കരുത്. സ്പിയർ അതിൻ്റെ ഡയമീറ്റർ 2.4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആയിരിക്കും. 1.2 മീറ്റർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ സിഗ്മയുടെ വാല്യൂ വന്നിട്ടുണ്ട് 80 മൈക്രോ കൂളം പെർ മീറ്റർ സ്ക്വയർ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മൈക്രോ കൂളത്തിനെ കൺവേർട്ട് ചെയ്യണം. മൈക്രോ കൂളം എന്താണ്? 80 × 10⁻6 കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. അതാണ് സിഗ്മയുടെ വാല്യൂ. ഇനി ഇതിൽ 3 കേസസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ചാർജ് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിഗ്മ വന്നിട്ടുണ്ട്, ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം Q വിൽ ബി ഈക്വൽ ടു സിഗ്മ × 4πr² ആണ്. സോറി, ഇവിടെ നമ്മളിപ്പം ഡയമീറ്റർ ഡിയും ഇത് ക്യാപിറ്റൽ ആർ ആണ് എടുക്കേണ്ടത്, സ്മോൾ ആർ അല്ല. അപ്പം സിഗ്മ × 4πr². അപ്പം സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 × πr² ഒക്കെ ചെയ്താൽ ആൻസർ കിട്ടുക 1.45 മില്ലി കൂളം എന്ന് കിട്ടും. 10⁻³ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, പറയേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. ഇവിടെ മീറ്ററിലുള്ളതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് ഫ്ലെക്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി E.ds ഒന്നും കാണേണ്ട ആവശ്യമില്ല. എന്താണ്, നമുക്ക് ഗോസസ് ലോ ഉണ്ട്. ഫ്ലെക്സ് വിൽ ബി ഈക്വൽ ടു 1/ε0 × Q എൻക്ലോസ്ഡ് ആണ്. അപ്പം നമുക്കിവിടെ Qയുടെ വാല്യൂ കിട്ടി, ഡിവൈഡ് ബൈ, അപ്പം 1.45 × 10⁻³ കൂളം ഡിവൈഡ് ബൈ ε0 എന്തായിരുന്നു? 8.852 × 10⁻12. അപ്പോൾ ഇതാ ഫ്ലെക്സ് കിട്ടും അല്ലേ. അപ്പം ഫ്ലെക്സിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 1.64 × 10⁸ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ എന്ന് കിട്ടും. ഇനി അതിൻ്റെ തേർഡ് പാർട്ടിൽ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സർഫസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിൽ എ പാർട്ടിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് നമുക്ക് ഈക്വൽ ടു σ/ε0 എന്നുള്ള ഇക്വേഷൻ എടുക്കാം. സിഗ്മ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം Q വെച്ച് എഴുതേണ്ടതായിരിക്കും എളുപ്പം. അപ്പോൾ സിഗ്മയുടെ വാല്യൂ കൊടുക്കുക, ε0യുടെ വാല്യൂ കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടുക 9.04 × 10⁻6 ന്യൂട്ടൺ പെർ കൂളം. യൂണിറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി ബി പാർട്ട് നോക്കാം. 3യുടെ ബി പാർട്ടിൽ എന്താണ്, അറ്റ് എ പോയിൻറ്റ് 0.8 മീറ്റർ ഫ്രം ദി സർഫസ്. നമ്മുടെ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ സർഫസിൽ നിന്ന് 0.8 മീറ്റർ. അപ്പം സർഫസിൽ നിന്ന് 0.8 മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് പ്ലസ് 0.8 മീറ്റർ ആയിരിക്കും. റേഡിയസ് 1.2 ആയിരുന്നല്ലേ. അപ്പോൾ 1.2 + 0.8 ആണ് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടുക, ഈക്വൽ ടു 2 മീറ്റർ എന്ന് കിട്ടും. 2 മീറ്ററാണ് ആറ്. അപ്പോൾ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈസി വൺ സിഗ്മ വെച്ച് ചെയ്യുന്നതായിരിക്കും ഈസി, കാരണം 4πε0 ഒന്നും വേണ്ടി വരില്ല. അപ്പം സിഗ്മ ഏത് വേണമെങ്കിൽ ചെയ്യാം. Q കണ്ടുപിടിച്ചുകൊണ്ട് Q വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്മ വെച്ച് വേണമെങ്കിൽ ചെയ്യാം.
അപ്പം സിഗ്മയുടെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ 80 ആണ്. നേരത്തെ ഞാൻ ക്യൂവിൻ്റെ വാല്യൂ പറഞ്ഞു പോയത്. അപ്പോൾ 80 ഇൻറ്റു 10⁻⁻6 ഡിവൈഡ് ബൈ എപ്സിലോൺ 0. എപ്സിലോൺ 0 8.852 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പം ഈ സംഭവം ഞാൻ കംപ്ലീറ്റ് എഴുതിയിട്ടില്ല. ആർ സ്ക്വയർ എന്ന് പറയുമ്പം 2.0 ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. അപ്പം 1.2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2.0 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്ന നോട്ടിൽ തന്നിട്ടുണ്ട്. 3.26 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ പെർ കൂളം എന്ന് കിട്ടും. ഇനി തേർഡ് കേസ് എന്താണ്? അറ്റ് എ പോയിൻറ്റ് 0.4 മീറ്റർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സ്പിയർ അല്ലേ. അപ്പോൾ 0.4 മീറ്റർ എത്തുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 1.2 മീറ്റർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോയിൻ്റ് എന്താണ്? ഇൻസൈഡ് ദ ഷെല്ലാണ്. ഷെല്ലിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. E=0. പിന്നെ അപ്പോൾ നമുക്ക് വേറെ അവിടെ ഒന്നും ചെയ്യാനില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എനി ബോഡി എനി കണ്ടക്ടർ ദാറ്റ് വിൽ ബി 0. ഇനി അതിൽ തന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് എർത്തിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. എർത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിക് ചാർജ് പെർ മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയറിൽ 1 ഇലക്ട്രോണിക് ചാർജാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിന് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളമാണ് അല്ലേ. ഇതാണ് നമ്മുടെ സിഗ്മയുടെ വാല്യൂ. 1 E per meter square എന്നുള്ളത് 1.6 ഇൻറ്റു 10⁻19 കൂളം പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സിഗ്മയുടെ വാല്യൂ കിട്ടി. ഇനി ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സർഫസിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 മാത്രമേ ഉള്ളൂ. അപ്പം 1.6 ഇൻറ്റു 10⁻⁻19 ഡിവൈഡ് ബൈ 8.852 ഇൻറ്റു 10⁻⁻12. ഇനി ഞാൻ കറക്റ്റ് ചെയ്ത് നോക്കിയില്ല. എനിക്കൊന്ന് അറൗണ്ട് 2 ഇൻറ്റു പവർ കിട്ടുക 10⁻⁻6 എന്ന് കിട്ടും. കാരണം 1.6നെ 16 എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു മൈനസ് ഇവിടെ നിന്ന് പോകും. മൈനസിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം വരും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. അത് 2 ഇൻറ്റു 10⁻⁻6 അല്ല, 10⁻⁻8ൻ്റെ ഓർഡറിലാണ് വരുന്നത്. അത് ശരിയാണോ ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ പാർട്ടും കൂടെ പറയാം. അതായത് കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റി, ഒരു ലൈൻ ചാർജ് ഇൻഫിനിറ്റി സ്ട്രെയിറ്റ് വയറിൻ്റെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? λ/2πε0 ഇൻറ്റു ആർ ആണ് അല്ലേ. ഈ പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് കിട്ടും. ഇനി പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ ഈയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ അല്ലേ. ഈ ആറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇനി സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസിലാണെങ്കിലോ, സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ എന്താണ്? ഔട്ട്സൈഡ് ദ ഷെല്ല് ഈ പ്രൊപ്പോർഷണൽ ടു 1/4π3 ആണ്. അപ്പോൾ 1/r² പ്രൊപ്പോർഷനാണ്. ഇനി ഡൈപോളിൻ്റെ കേസാണെങ്കിലോ, ഡൈപോളിൻ്റെ കേസിൽ ഈ ഈക്വൽ ടു 2p ഡിവൈഡ് ബൈ 4πε0 r³ അല്ലെങ്കിൽ p ഡിവൈഡ് ബൈ 4πε0 r³ ആണ്. എന്താണെങ്കിലും ഈ പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ് കിട്ടുന്നത്. ഇനി പോയിൻറ്റ് ചാർജിൻ്റെ കേസാണെങ്കിലോ, പോയിൻറ്റ് ചാർജിൻ്റെ കേസിൽ ഈ പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോയിൻറ്റ് ചാർജിൻ്റെ പോലെ 1/r² മാത്രമല്ല പ്രൊപ്പോർഷണൽ. ഡൈപോളിനാണെങ്കിൽ 1/r³, സ്പെറിക്കൽ ഷെല്ലിന് ഓക്കെ 1/r² ആണ്. പ്ലെയിൻ ഷീറ്റിനാണെങ്കിൽ റേഡിയസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല. ലീനിയർ ചാർജിന് 1/r ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ അവസാനിച്ചു. അപ്പോൾ ഇതിൽ ഉള്ള കാര്യങ്ങൾ ആദ്യം മെയിനായിട്ട് ചാർജസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി വെച്ച് ആദ്യമായിട്ട് ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ചാർജസൊക്കെ എന്താണ്? ഈ ഫ്രിക്ഷൻ വഴി റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടായ ചാർജസാണ്. പറഞ്ഞ പോലെ മുടിയിലൊരു ചീപ്പ് വെച്ചോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചോ ഒക്കെ റബ്ബ് ചെയ്താലും ചാർജസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അതുപോലെ വിമാനങ്ങൾ നമ്മൾ ഫ്രിക്ഷൻ കാരണം വിമാനമൊക്കെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ മൂവ് ചെയ്യുമ്പോൾ തന്നെ ഏതായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ചാർജസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇങ്ങനെ ചാർജസിനെ കുറിച്ചും ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് 3 പ്രോപ്പർട്ടീസാണ് മെയിനായിട്ടുള്ളത്. അപ്പം 3 പ്രോപ്പർട്ടി. അപ്പോൾ അതിന് മുന്നേ തന്നെ ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ.
അതുപോലെ തന്നെ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് കൂളംസ് ലോയിലേക്ക് വരുന്നു. കൂളംസ് ലോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെ ഇലക്ട്രിക് ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വരുന്നു, ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നു, പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ് വരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ക്രീറ്റ് ചാർജസും കണ്ടിന്യൂസ് ചാർജസും എന്താണെന്ന് കാണുന്നു. അപ്പം ഡിസ്ക്രീറ്റ് ചാർജസിൻ്റെ കേസിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കണ്ടിന്യൂസ് ചാർജസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സിമ്പിൾ ലോ ആണ് ഗോസസ് ലോ. അപ്പോൾ ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസ് നമ്മൾ ഇനി നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിൽ സിമ്പിൾ ലോസൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഗോസസ് ലോ വെച്ച് ഇനി അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന റിപ്പീറ്റ് ചെയ്യുന്ന ഗോസസ് ലോയുടെ ഭാഗമാണ്. അപ്പോൾ ഗോസസ് ലോയുടെ അതിൻ്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രൂഫ് ആപ്ലിക്കേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആപ്ലിക്കേഷൻസ്, അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 5=1/ε0 Q enclosed ആണ്. ഡെഫിനേഷൻ ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ് സർഫസ് വിൽ ബി ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ 3 ആപ്ലിക്കേഷൻസ് ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം ഗോഷ്യൻ സർഫസ് സിലിണ്ടർ എടുക്കുന്നു, അപ്പോൾ E=λ/2πε0r കിട്ടുന്നു. ഇനി പ്ലെയിൻ ചാർജിൻ്റെ ആണെങ്കിലും ഒരു ഗോഷ്യൻ സർഫസ് സിലിണ്ടർ എടുക്കുന്നു, പക്ഷേ ഫ്ലെക്സ് 2 കേസിൽ നേരെ തിരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ കിട്ടും. ഇനി ലാസ്റ്റ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസാണ് ചെയ്തത്. പിന്നെ അതിൽ ഓരോ കേസിനും പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ കൺസെപ്ച്വലി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുമായിരിക്കും. പക്ഷേ ബാക്കി നെക്സ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ തുടങ്ങിക്കഴിയുമ്പോഴേക്കും കുറേയും കൂടി ഈസി ആവും. ഇനിയൊന്ന് പറയാനുള്ളത്, നമ്മുടെ നിർഭാഗ്യം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ടോപ്പിക്ക് സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത് CBSE NCERT ഒഴിവാക്കിയ ടോപ്പിക്കാണ്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെയും. അപ്പം വിക്ടേഴ്സ് ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലൊന്നും ഒഴിവാക്കിയിട്ടില്ല, NCERT ഒഴിവാക്കിയിട്ടില്ല. തേർഡ് ചാപ്റ്ററിലാണ് ഇനി ഒഴിവാക്കി ടോപ്പിക്ക് വരുന്നത്. അപ്പം എല്ലാവരും ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.